നമസ്കാരം, ഞാൻ മൃണാൾ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണ്. പക്ഷേ ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ അവിടെ രണ്ട് കാരവാൻ്റെ മുമ്പിലാണിത്. അവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് സമയമായി. ഞാൻ ഭക്ഷണം കഴിക്കാൻ മാത്രം പോയാൽ മതിയല്ലോ. ഏതെങ്കിലും സിനിമാ താരം ഭക്ഷണം കഴിക്കുന്നത് കാണാനാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ദയവ് ഇത് കാണരുത്. കാരണം ഒരു സിനിമാ താരവും ഈ വീഡിയോയിലില്ല. ഈ വീഡിയോയിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണുള്ളത്, വിളമ്പുന്നവരാണുള്ളത്. ആ ഭക്ഷണത്തിൻ്റെ വില, എന്തൊക്കെ സാധനങ്ങൾ, അതൊക്കെ അവർ പറയുന്നതാണുള്ളത്. ആസിഫ് നല്ല ഡയറ്റിലാണ്. തലേന്ന് രാത്രി ചിക്കൻ ഫ്രൈയുടെ മുമ്പിലിരുന്നിട്ട് ആ മനുഷ്യനത് കഴിക്കാതെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ട വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഫുഡിൻ്റെ നടുവിൽ ആ മനുഷ്യനെ പിടിച്ചിരുന്നത് ശരിയല്ലല്ലോ. അപർണ ബാലമുരളി ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. ചോറും കറിയും കഴിക്കാൻ ഹന്നയും ഇല്ല. നിങ്ങൾ ഈ കാണുന്നതെല്ലാം പലതരം മീൻ, ചിക്കൻ, മീറ്റ്, സീ ഫുഡ് എല്ലാം അവിടെ എല്ലാവർക്കും അവൈലബിൾ ആണ്. എത്ര വേണേൽ എടുത്ത് കഴിക്കാം. അത് നാടൻ തോരനും നാടൻ പരിപാടികളൊക്കെയാണ്. ഒരു തട്ടിപ്പുമില്ല. ഇതിൻ്റെ വില കേട്ടാൽ ഞെട്ടും. അതായത് 3 തോരൻ, അത് തന്നെ എല്ലാം കഷ്ടപ്പെട്ട് ചീര, അത് ഇതൊക്കെയല്ലേ? അതെ. ഞണ്ട്, മീൻ 2 ടൈപ്പ്, ഞണ്ട്, അതെ, ചമ്മന്തി, അതെ. മീനാണെങ്കിൽ 2 ഐറ്റം ഉണ്ടാവും. പൊള്ളിച്ച ഐറ്റം ഉണ്ടാവും, വറുത്ത ഐറ്റം ഉണ്ടാവും. ചിലർ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മളത് എണ്ണ ഇല്ലാണ്ട് പൊള്ളിച്ചിട്ടതായിട്ടാണ്. അതെ, മീൻകറി, ചിക്കൻ കറി. നിങ്ങൾ എത്ര ചോദിച്ചാൽ ആർക്കും കൊടുക്കുകയും ചെയ്യും. ആർക്കും കൊടുക്കും. ഒന്നിനൊരു ലിമിറ്റ് ഇല്ല. ഒരാൾക്ക് 25 വർഷം മീൻ പിടിച്ചത് കഴിക്കാം. അത് കഴിക്കാം. അങ്ങനെ 25 വർഷം ഒന്നും കഴിക്കില്ല. അതെ. 320 രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ അത് കഴിയില്ല. പക്ഷെ നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് കൂടുതൽ നമുക്ക് ലാഭം കുറച്ചിട്ടാണത്. 120 പേരുള്ളതുകൊണ്ട് 120, ചിലപ്പോൾ 150 ക്രൗഡ് പേർക്ക് 55 ദിവസം എന്ന് പറയാം. അങ്ങനെ കൂടുതൽ ഇതാവുന്ന സമയത്ത് നമുക്ക് പണിക്കാർക്കും അവർക്കൊക്കെ ഒരു കൂലിയൊക്കെ വെക്കുന്ന രീതിയിൽ വലിയ ലാഭമില്ലാത്ത രീതിയിൽ എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്ത എല്ലാ സെറ്റിലും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണോ ഫുഡ് കൊടുക്കാറ്? അതെ, എല്ലാവർക്കും ഒരേപോലെയാണ് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ചിലവർക്ക് ചിക്കൻ കഴിക്കണവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബീഫായിരിക്കും. ചിലപ്പോൾ ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ ആയിരിക്കും. അങ്ങനെ ചിലവർ വെജ് ആയിരിക്കും. അങ്ങനെയുള്ള ഇല്ല, അതൊന്നുമില്ല. അങ്ങനെ ഇതുള്ളൊന്നുമില്ല. എല്ലാം നമ്മൾ ഒരു ഡയറക്ടറായാലും സാധാ ഇതിലായാലും ഒരേ ഫുഡ് ഇതായിട്ട് തന്നെ കൊടുക്കാറുള്ളത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ചിലവർ ബീഫ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ചിലവർ വെജ് ആയിട്ടുണ്ടാവില്ലേ. അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് പക്ഷാഭേദം ഉണ്ടാവാറില്ല നമ്മുടെ. മെഡിക്കൽ കോളേജിലുള്ള സ്ഥലത്താണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് കേട്ടോ. ഇരിക്കാനും കഴിക്കാനും പാത്രം കഴുകാനും സ്ഥലം വളരെ കുറവാണ്. എന്തായിരുന്നു സിനിമയിൽ ഡ്രൈവർ ആവാൻ താല്പര്യം വരാൻ കാരണം? ഒരു അവസരം കിട്ടുമ്പോൾ അത്രേ ഉള്ളൂ. ഇവിടുത്തെ കാരണമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു ആഗ്രഹം. ഏതൊക്കെ വണ്ടി ഓടിക്കും? എല്ലാ വണ്ടി ഓടിക്കും. കാരവാനും എല്ലാം ഓടിക്കും? കാരവൻ ഓടിച്ചല്ല, അല്ല ലോറി ബസ്സൊക്കെ ഓടിക്കാറുണ്ട് സിനിമയിൽ വന്നതിന് മുന്നേ. അപ്പോൾ എന്തും ചെയ്യും? തീർച്ചയായിട്ടും. എവിടെ വീട്? ഞാൻ എറണാകുളം, കളമശ്ശേരി. സിനിമ സെറ്റിലെ ഫുഡിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലതാണോ മോശമാണോ? അടിപൊളി ഫുഡല്ലേ, സൂപ്പർ. കണ്ടാ മനസ്സിലാവും. നമ്മൾ രണ്ടുപേരും വലിയ കുഴപ്പമില്ല. സിനിമ ഫുഡ് പിന്നെ പറയണ്ട, അത് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയത്. ഈ വൈകുന്നേരം കഞ്ഞിയല്ലേ അവർ തരാം? അതെ. അപ്പോൾ കഞ്ഞി തന്നെ കഴിക്കുമോ അതോ ചപ്പാത്തി കഴിക്കുമോ? ചപ്പാത്തി കഴിച്ചിട്ട് കഞ്ഞി കുടിക്കും. ചപ്പാത്തി കഴിച്ചിട്ട് കഞ്ഞി കുടിക്കുമല്ലേ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ബാക്കി വരുന്ന ഫുഡ് എന്ത് ചെയ്യും? ആർക്കെങ്കിലും കൊടുക്കും. ആദ്യം പോവല്ലോ, അവര് ചിലപ്പോൾ 2 മാസം 3 മാസമൊക്കെ ലൊക്കേഷൻ ഒക്കെ നടക്കുമല്ലോ. 3 മാസോ? പിന്നെ ഇത് മറ്റേ പരിപാടിയല്ലേ? മംഗലാപുരം പോയി ലൊക്കേഷൻ നോക്കാൻ, ലൊക്കേഷൻ കിട്ടിയില്ല, തിരിച്ചു വന്ന് തൂത്തുക്കുടി പോയി. ഞങ്ങൾ കയറാത്ത നല്ല നല്ല ഹോട്ടലുകൾ വളരെ കുറവായിരിക്കും. ഞങ്ങൾ ശരിക്കും ആദ്യമേ തന്നെ ഞങ്ങളൊരു 5 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്യായിരുന്നെങ്കിൽ ഇപ്പോൾ അത്രമാത്രം നമ്മളൊരു ഏരിയ പോയി കഴിഞ്ഞാൽ പ്രശാന്ത കാലം സൈസോട് വിളിച്ച് ചെയ്ത ഹോട്ടൽ നല്ല അവിടെ മറ്റവിടെ പോയിട്ട് അവളെ 2ാമത് 3ാമത്തെ കട അടിപൊളിയാന്ന് പറയും. ഈ ആടുജീവിതമൊക്കെ ചെയ്യുമ്പോൾ പുറത്തു പോകില്ലേ? അപ്പം അവിടെ എങ്ങനെയാ ഫുഡ്? അവിടെ ഫുഡ് അവിടുത്തെ അറബിക് ഫുഡ് തന്നെ, അല്ലാതെ നമ്മൾ ചോറും പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഷെഡ്യൂളിൽ മാത്രം അങ്ങനെ ഒരു ടീമിനെ കൊണ്ടുപോയി, ഒരു ഹിന്ദിക്കാരെ കൊണ്ടുപോയി. അപ്പോൾ ക്രൂ മൊത്തം അത് ഓക്കെ പറയുമോ? വേറെ മാർഗമില്ല, വേറെ വഴിയില്ല. നമ്മുടെ ഇതല്ല, ഹിന്ദിക്കാരും തെലുങ്കുമാരെ കൂടെ വരുമ്പോൾ സെപ്പറേറ്റ് അവർ കുക്കിനെ നിങ്ങളുടെ ക്രൂവിൽ 100% മലയാളികളല്ലേ? ഇല്ലല്ല.
റെന്റിന് ക്യാമറ റെന്റിന് എടുക്കുമ്പോൾ ആൾക്കാരടക്കം വരും അല്ലേ? ഭയങ്കര വിലയല്ലേ? ഇത്രയും വിറ്റിയായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ വേറെ അധികം കണ്ടിട്ടില്ല. 96 സിനിമ. എൻ്റെ അമ്മോ, അപ്പോ 96 എന്ന് പറയുമ്പോൾ 29 വർഷമായിട്ട് ഫുഡ് ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഏകദേശം ഫുഡൊക്കെ ഇങ്ങനെയല്ലേ. എല്ലാ സിനിമയിലത്തെ ഫുഡ് അന്നൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇതുപോലെ ഇങ്ങനത്തെ തട്ടിനകത്ത് ചപ്പാത്തി ഉണ്ടാവും, വെജ് സലാഡ് ഉണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, പിന്നെ ഇതിനകത്ത് അതല്ല, ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ മാറ്റണം. ചിലർ പുട്ട് ഓർഡർ ചെയ്യുന്നത്, ചിലർ രാത്രി മീൻ കറി. കുറെ പേരൊക്കെ ഇഡലിയാ തമിഴന്മാരില്ല അല്ലേ, മൊത്തം ഇഡലി. രാത്രിയത്തെ ഫുഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന 100-120 പേരിൽ എല്ലാവരും ഒരേ ഫുഡാണല്ലോ കഴിക്കുന്നത്. എല്ലാവർക്കും എല്ലാം കഴിക്കാമല്ലോ. എല്ലാ സിനിമ സെറ്റിലും അങ്ങനെ തന്നെയാണോ? ഓൾമോസ്റ്റ്. ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ചിക്കന്റെ കഴുത്താക്കി കിട്ടിയിരുന്നുള്ളൂ പണ്ട്. ഇൻഡിപെൻഡന്റ് ആയപ്പോ പിന്നെ പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അസിസ്റ്റന്റിന് അങ്ങനെയല്ലല്ലോ. അല്ലല്ലോ, സംഭവം മാറി. എല്ലാവരും വളർന്ന എങ്ങനെയാ വളരുന്ന പുള്ളി അറിഞ്ഞ് കഴുത്തേന്ന് കാല് ഇതൊക്കെ ചെറുത്. എന്റെ പല വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിനേക്കാളും ഭീകരമാണ് കട്ട് ചെയ്ത് കളഞ്ഞ ഫുട്ടേജസ്. കരുതൽ കഴിപ്പിക്കാന്നുള്ളതാണല്ലോ ഏട്ടാ നമ്മള്. എത്ര പേരുണ്ടായിരുന്നു സെറ്റില്? 120 ചില്ലാൻ പേര്. ഇതേ ഫുഡ് തന്നെയാണോ? ആ, ഒരേ ഫുഡാ, ഒരേ മെനു, ഒരേ ഫുഡ്. ഉച്ചയ്ക്ക് ആകുമ്പോൾ ചോറുണ്ടാവും, 2 ടൈപ്പ് റൈസ് ഉണ്ടാവും. വൈറ്റ് റൈസ് ഉണ്ടാവും, നോർമൽ റൈസ് ഉണ്ടാവും, പിന്നെ ചപ്പാത്തി ഉണ്ടാവും. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പുട്ടുണ്ടാവും, ദോശ ഉണ്ടാവും, ഉപ്പുമാവ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് മെനു ആയിരിക്കും ഉണ്ടാവുക. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പടം ഇത്? ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് ആടുജീവിതം തന്നെയാണ് ഏറ്റവും ചലഞ്ചിങ്. ദിവസങ്ങൾ പിന്നെ മരുഭൂമിയിലല്ലേ എല്ലാം. ഇതെടുക്കെന്ന് പറഞ്ഞ ആൾക്കാരും ഇല്ല. നമുക്ക് അത്ര ആൾക്കാരില്ല ഇവിടെയൊക്കെ. നമുക്കിപ്പോൾ ഒരു കൊട്ടാരം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ വരുത്തിക്കാം. അവിടെ നമ്മൾ പോയ ഈ 6 പേരല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ. 6 പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ 6 പേര് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നടനും എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ടി വരും മൊത്തത്തിലുള്ളൊരു. അങ്ങനല്ല, നമുക്ക് ഈ രാവിലെ ഏർലി മോർണിംഗ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഷൂട്ട് ചെയ്ത ഏരിയയിൽ ആ ഒരു എന്താ പറയുക, മരുഭൂമിയുടെ മൊത്തം അത് പോകും. ആകെ ആൾക്കാരൊക്കെ ചവിട്ടി കൂട്ടിയിട്ടൊക്കെ നാശമായി പോകും. സ്വാഭാവികതയില്ല. പിന്നെ അപ്പോൾ പിന്നെ ബ്രേക്ക് ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്യും. കാറ്റടിച്ചത് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി അതായിരുന്നു. ഈ മരുഭൂമിനെ പഴയ എഫക്റ്റിൽ കൊണ്ടുവരും. അപ്പോൾ അത് നമ്മൾ ഈ ബ്ലോവർ ഉണ്ട്, വലിയ ബ്ലോവർ ഉണ്ട്, അത് വെച്ച് അടിച്ചടിച്ചടിച്ചിങ്ങനെ. അപ്പം മരുഭൂമിക്ക് കണ്ടിന്യൂറ്റി വേണം. വേണം, അതുണ്ട്. മരുഭൂമി വലിയ പാടാണ്. സത്യത്തിൽ സിനിമ കാണുന്നവര് ഇതിന്റെ പുറകിലുള്ള ഒരു അധ്വാനം കാണുന്നില്ലല്ലേ? എല്ലാവരും ഹാപ്പിയാണോ ഫുഡിന്റെ കാര്യത്തിൽ? പിന്നെ അവരുടെ നമ്മൾ ചോദിക്കും, ഓക്കെ ആണോ, അടിയാ ഫുഡ് ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പോൾ ചിലർ പറയാം ചേട്ടാ കുറച്ച് ഒന്ന് നല്ലതാ, അങ്ങനെ സജഷൻസൊക്കെ അവരും പറയും. നമ്മളത് കേൾക്കും. മാറ്റാൽ പിന്നെ ഉറപ്പായിട്ട് മാറ്റും. അപ്പോൾ ഈ വൈകിട്ടത്തെ ഫുഡ് എല്ലാവർക്കും റൂമിൽ കൊണ്ട് കൊടുക്കും? നമ്മൾ ടിഫിൻ കാരിയറിൽ കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആവില്ലേ? നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി ചാർട്ട് കൊടുക്കും. ഷൂട്ട് തുടങ്ങി കഴിയുമ്പോൾ റൂം ലിസ്റ്റും ഒക്കെ കൊടുക്കും. ഓൾമോസ്റ്റ് ഇവർക്ക് എല്ലാവരും പരിചയമാണ്. ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് മാത്രം മതി, അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ഇന്നത് മാത്രം മതി. കഞ്ഞി വേണ്ടാത്തവരുണ്ടാവും, കഞ്ഞി വേണ്ടവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഓൾറെഡി ഇത് സെറ്റ് ചെയ്യാൻ തന്നെ ഒരു ടീമുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അസിസ്റ്റൻസ് വന്നിട്ട് പറയും ഇന്ന ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് ഇന്ന ടൈപ്പ് വെച്ചാൽ മതി. അപ്പോൾ അവർ കൃത്യമായിട്ട് അവർ കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടാകുമ്പോൾ കുക്ക് ചെയ്യാൻ ആരെ ഏൽപ്പിക്കുക? ഫുൾ ടീമിനെ കൊണ്ടുപോകും. ഞങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് പടം തമിഴ്നാട്ടിലായിരുന്നു, കൃഷ്ണഗിരിയിലായിരുന്നു. മൊത്തം കിച്ചൺ അടക്കം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ആൾക്കാരും എല്ലാതും. ഇതെല്ലാം കൂടിയിട്ടാണോ 300 രൂപ? ഇത് മാത്രമല്ല, ഒരു ടൈമല്ല, 4 നേരത്തെ ഫുഡിന്. രാവിലെ, ഉച്ചയ്ക്ക്, ചായ, രാത്രി ഫുഡ്. ഇത്രയും ഞണ്ട്, ഇത്രയും അയക്കൂറയും, ഇത്രയും അയിലയും ചിക്കനും, ചില ദിവസം ബീഫൊക്കെ ഉണ്ടാവില്ലേ? ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ബീഫ് ഉണ്ടാവും, താറാവ് വരും, മട്ടൻ വരും. ഇത്രയും ഫുഡെന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവില്ല. അത്രയും വെറൈറ്റിയാണ്. അതിനാണ് 4 നേരത്തേക്ക് 300 രൂപ. അതെ, എനിക്ക് ഇത്രയൊന്നും മെനക്കെടില്ലല്ലോ.
നമ്മൾ ഇവിടുന്ന് 1-ാം തീയതി ഉച്ചയ്ക്ക് ബിരിയാണി ആയിട്ട് ഇപ്പോഴേ നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഒന്നാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ പോകും. ലാസ്റ്റ് ബിരിയാണി ചെയ്തിട്ട് പഴത്തിന് വേണ്ടി ഒരാൾ ഒരു ഓട്ടോ ഓടിയതാ, പിന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ രാവിലെ ബ്രേക്ക് ഇല്ലായിരുന്നു. ഫ്രീ ആയിരിക്കുന്നവർ പോയി കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ലഞ്ചിന് അങ്ങനെ ചെയ്യും. വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ച് തന്നെ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്ത് ഈ ഇറങ്ങി കൊടുക്കണം എത്ര മണിക്കൂർ പറയും.